പടച്ചും വാരിക്കോലി നമുക്ക് തലുവച്ച പിന്നെ എന്തിനാ ഞങ്ങൾ ലോൺ എടുക്കുന്നത്? നിങ്ങൾക്ക് മര്യാദക്ക് പട്ടം തരണോണ്ട് ചെയ്താൽ പോലെ 5 ലക്ഷം അത് നമുക്ക് പ്രതീക്ഷിക്കുമ്പോ കിട്ടില്ല. കിട്ടി ഇല്ലെങ്കിൽ നമ്മൾ സഹകരിക്കണം. 5 ലക്ഷം തന്നാലും ഒപ്പിട്ട് തരൂ. 5 ലക്ഷം ഉറുപ്പ്യ തന്നാലും ഒപ്പിട്ട് തരും. നീച്ചാ പോവാ. 4 ലക്ഷം തന്നാൽ നിങ്ങൾക്ക് കാര്യം നടത്തി വേണമെങ്കിൽ പോവാം. 4 ലക്ഷം ഒന്നും പറ്റില്ല. അതിൻ്റെ ഒരു മര്യാദ, സാമാന്യ മര്യാദ കാണിക്കും. മര്യാദയുടെ മാക്സിമം ആണ് ഞാൻ കാണിക്കുന്നത്. അത് ചിലപ്പോൾ നടക്കും. എന്തിനാ 1 ലക്ഷം ഉറുപ്പ്യ പരിപാടി കഴിഞ്ഞു. ലോണും കിട്ടും, കല്യാണം നടത്തും, എല്ലാവരും പരിപാടിയും നടക്കും. 1 ലക്ഷം ഉറുപ്പ്യ. ലക്ഷങ്ങളുടെ കാര്യം നടക്കില്ല. ലക്ഷം ഒന്നും പറ്റില്ല. ലക്ഷങ്ങൾ നടക്കില്ല. ഇല്ല. ഒരു 40,000. എത്ര? 40,000 തരാൻ പറ്റും. അത് ചോദിക്കുന്നതിനൊക്കെ ഒരു മര്യാദ. 30,000 ഉറുപ്പ്യ തരാൻ ആലോചിച്ച് നോക്ക് വേണമെങ്കിൽ. ഒന്നും പറ്റില്ല. 20,000, 10,000, 5,000 ഉറുപ്പ്യ. ഒരു 2,000 ഉറുപ്പ്യ വരും. പറ്റുമോ? ഇപ്പൊ തന്നെ 2,000. ഓക്കെ. ആശേ എന്താ എന്തൊക്കെയാണ്? അല്ല ഇതിപ്പോ എന്താ ഈ ചിപ്സ് ഒക്കെ ഇവിടെ പൊട്ടിച്ചിട്ടിരിക്കും? ഒന്നും പറയണ്ട. നമ്മളാ കോൺസ്റ്റബിൾ ബാലകൃഷ്ണേട്ടന്റെ മോനെ ഇതിന്റെ ഒരു കവറ് വാങ്ങി പൊട്ടിച്ച് എല്ലാം കൂടി ഇവിടെ തൂത്ത്. എന്നിട്ട് ഓന്റെ കയ്യിൽ തരാൻ പൈസ ഇല്ല. എന്നിട്ട് ഓൻ ഗൂഗിൾ പേ ചെയ്യാന്ന് പറഞ്ഞാൽ ഗൂഗിൾ പേ ചെയ്ത്. എന്നിട്ട് ഓൻ ചെയ്ത് ഓന്റെ അക്കൗണ്ടിൽ നിന്ന് പോയി എന്റെ അക്കൗണ്ടിലേക്ക് വന്നോയില്ല. ഇനിയിപ്പോ പേരെ പോയി കൊണ്ടുവരാന്ന് പറഞ്ഞ് പോയിക്കണം. അല്ല കോൺസ്റ്റബിൾ ബാലകൃഷ്ണന്റെ മോയെ കോൺസ്റ്റബിൾ ബാലകൃഷ്ണനെ മോളാണ്, മോനില്ലല്ലോ. ആ കുട്ടിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. അതിലിപ്പോ കുട്ടിയുണ്ട്. ആണോ? അപ്പൊ എന്നോട് കള്ളത്തരം പറഞ്ഞാണല്ലോ. കള്ളനായി 22 ഉറുപ്പ്യം പോയിന്റ് അടുത്ത്. ഇനി പരിപാടി പെടില്ല കേട്ടോ. ഇങ്ങനത്തെ സമ്പ്രദായം കൈമിൽ പൈസ ഉള്ള മേടിച്ചാൽ മതി. എല്ലാക്കിലോ ഗൂഗിൾ പേയും നോട്ടെ. എന്നിട്ട് നിങ്ങൾ വിവരം പറയും. നിങ്ങൾ നല്ല പണിയായത്. നിങ്ങൾ മോളെ കല്യാണത്തിന് കൂടാന്ന് പറഞ്ഞൊരു പോക്ക് നിങ്ങൾ പോയി. അതിന്റെ ഇതൊന്നും പറയണ്ട. മോള് പ്രസവം. അപ്പൊ അതിന് വേണ്ടിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ 2 ആളും കൂടി അങ്ങോട്ട് പോയി. ചെന്നൈക്ക് പോയി. വിലാസിയും വന്ന്. അപ്പൊ ഈ കല്യാണത്തിന്റെ ഡേറ്റിനൊക്കെ അവിടെ പെട്ടു. അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാ ഒരു മാർഗം ഉണ്ടായില്ല. അത് ശരി. കല്യാണം ഉസാറായിട്ട് നടന്നു. അതെ അല്ലേ? അല്ല വേറൊരു ന്യൂസും ഞാൻ കേട്ടു. അതാ നീ ഇപ്പൊ വലിയ പണക്കാരനായി എന്ന് പറയുന്നത് കേട്ടല്ലോ. ശരിയാ? ചെറിയൊരു ലോട്ടറി നമുക്ക് അടിച്ചു. അതിന്റെ കഥ ഞാൻ പറഞ്ഞുതരാം. അതെ, ഇങ്ങോട്ടിരിക്കും. ആ ബാങ്കുകാർ എന്നെ നന്നായിട്ട് പറ്റിച്ച്. നിങ്ങൾ പറഞ്ഞ രേഖയും കാര്യങ്ങളായിട്ട് ഈ ബാങ്കിൽ പല തവണ ഞാൻ പോയി. ഓരിന്റെ കയറ്റിയിറക്കി അവസാനം പൈസ കിട്ടൂലെന്ന സ്ഥിതിയായി. കല്യാണത്തിന് 1 മാസമേ ഉള്ളൂ. ഇനിയിപ്പോ എന്താക്കും? മറിമായം